അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അൻസിബ, ഋഷി, അതേപോലെ തന്നെ അഭിഷേക് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് സായിനെക്കുറിച്ചും സിജോനെക്കുറിച്ചുമാണ്. അപ്പോൾ സായിനെക്കുറിച്ച് നമ്മുടെ അൻസിബ പറയുന്നത് ഇങ്ങനെയാണ്: സായി ശരിക്കും അവൻ്റെ കാലുവയ്യായിക ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരെ അവനത് യൂട്ടിലൈസ് ചെയ്തു. കാരണം ഇപ്പം തന്നെ അവൻ വോട്ട് പിടിച്ച് തുടങ്ങുകയാണ്. പ്രേക്ഷകരുടെ മുമ്പിൽ തനിക്ക് വയ്യാന്ന് പറഞ്ഞ് കാണിച്ചാലല്ലേ വോട്ട് കിട്ടുള്ളൂ, അത് അവൻ ഇപ്പം തന്നെ യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്സരയ്ക്ക് നടുവേദനയായിരുന്നല്ലോ, അതൊന്നും അപ്സര ആരോടും പറഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല എന്ന് നമ്മുടെ അൻസിബ പറയുന്നുണ്ട്. ആ സമയത്താണ് സിജോൻ്റെ കാര്യം പറയുന്നത്. സിജോ കാട്ടുതീയാണ്, ആ തീയാണ്, ഈ തീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. നമ്മളും അത് തന്നെയാണ് വിചാരിച്ച് ഇവൻ മാസ്സാവും അങ്ങനെയാവും എന്നൊക്കെ. ഞാൻ ആ ഡയലോഗിനെ കുറിച്ച്, അപ്പോൾ നമ്മുടെ അഭിഷേകാണ് പറയുന്നത്, ഞാൻ ആ ഡയലോഗിനെ കുറിച്ച് അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നു പോകുന്നത്, ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല, അത് വന്നൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഇങ്ങനത്തെ ഓരോ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഭാവിയിൽ അത് എത്ര ബാധിക്കുന്നു നമ്മൾ ചിന്തിക്കണ്ടേ, ചിന്തിച്ചിട്ട് വേണ്ടേ ഓരോ കാര്യങ്ങളും പറയാനെന്ന്. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, ശരിക്കും ഞാൻ അവനൊരു വലിയ കാട്ടുതീ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒന്നുമല്ല, വെറുതെ ഒരു ഇത് ഗെയിമൊന്നും കളിക്കുന്നില്ല എന്നൊക്കെ അൻസിബ ഋഷിയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഗെയിം നല്ല ഇഷ്ടമാണ്, നീ നന്നായി ഗെയിം കളിക്കുന്നത് കാണാൻ രസമുണ്ട്, വലിയ കച്ചറയൊന്നുമില്ലാതെ നല്ല രീതിയിലാണ് നീ ഗെയിം കളിക്കുന്നതെന്ന് അഭിഷേകിനോട് അപ്സര പറയുന്നുണ്ട്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അഭിഷേക് ഒരു നോട്ടൊക്കെ അപ്സരനെ നോക്കുന്നുണ്ട്. ഇത് ഋഷിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഗെയിം ഇഷ്ടമാടാ, നീ ഒരു സൈലൻ്റായിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.